അഭിവന്യ തിരുമേനി, വന്യ വികാരി ജനറൽ അച്ഛൻ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് ശമാശ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന വർഗീസ് കുഞ്ഞുമോൻ, ടോം മാത്യു, ജോർജ് ഷാജി എന്നീ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, വിശ്വാസ സമൂഹമേ, സ്നേഹവന്ദനം. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ ദൈവവചനധ്യാനത്തിന് നേതൃത്വം നൽകുവാൻ ബലഹീനനായ എന്നെ നിയോഗിച്ച അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കും. ഈ സഹോദരങ്ങളെ ഈ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയ കുടുംബാംഗങ്ങൾ, ഇവരുടെ രൂപീകരണത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പങ്കെടുത്ത വൈദികർ, ഗുരുശ്രേഷ്ഠർ, ഇടവകാംഗങ്ങൾ, പരിശീലനം നൽകിയ സെമിനാരി എല്ലാവരെയും അഭിനന്ദിക്കുകയും ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം എല്ലാ സ്വർഗീയ കൃപാവരങ്ങളും ഈ സഹോദരങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ പത്രോസ് ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ദൈവവചനം. 1 Peter chapter 5 verses 1-6. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുമുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിൻ്റെ ഹിതമാമണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും, ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ദൈവികമായ നിൻ്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിൻ്റെ വിശുദ്ധ എവൻഗേലിയോൻ്റെ സാരാംശവും നിൻ്റെ ദിവ്യജാനങ്ങളുടെ ഐശ്വര്യവും അങ്ങയുടെ പരിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിപ്പാനും തിരുഹിതം പരിപൂർണമായി നിവർത്തിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. ബൾഗേറിയൻ എക്കോ സോഷ്യോളജിസ്റ്റായ ഡാനിയൽ ഠനൂറോയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് ദ ട്രംപ് മൊമെൻ്റ് എന്നാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ തകർന്നടിയുന്ന അടിസ്ഥാന വർഗത്തിൻ്റെയും ജീവജാലങ്ങളുടെയും വേദന പങ്കിടുന്ന വാക്കുകളാണ് ആ പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്നതിനേക്കാൾ ഒരു സ്ട്രക്ചറൽ ചേഞ്ചിനെ പറ്റിയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ട്രംപ് മൊമെൻ്റ് എന്ന പദം കോയിൻ ചെയ്യുമ്പോൾ അവർ അർത്ഥമാക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഹിംസാത്മകമായ നിമിഷം എന്നാണ്. ചരിത്രത്തിലെ ഏറ്റവും ഹിംസാത്മകമായ നിമിഷം. ട്രംപ് മൊമെൻ്റ് അതിൻ്റെ ഹിംസാത്മകതയോടുകൂടി സംഹാര താണ്ഡവമാടുന്ന മിഡിൽ ഈസ്റ്റ് പശ്ചാത്തലത്തിലാണ് ഈ ധ്യാനം നിർവഹിക്കപ്പെടുന്നത്. ദുരാഗ്രഹത്തിൻ്റെയും അധികാര കർത്തൃത്വങ്ങളുടെയും ഇരയായി മാറുന്ന മിഡിൽ ഈസ്റ്റിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വേദനകളിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും ആ പ്രദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ മനുഷ്യന് ഒരു ആമുഖം എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: അത്ഭുതപ്പെടാനൊരു ആദർശമോ പ്രത്യയശാസ്ത്രമോ മാതൃകാ പുരുഷനോ ഇല്ലാതെ വല്ലാതെ കുഴങ്ങുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇണയായോ തുണയായോ ഗുരുവായോ അന്തസ്സുള്ള ഒരു ആത്മാവിനെ പോലും കണ്ടു കിട്ടാത്ത ഒരു കാലം എന്നാണ് അദ്ദേഹം പ്രലപിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നാം ഈ വേദഭാഗം വായിക്കുന്നത്. മതരാഷ്ട്ര അധികാര ഘടനകളെല്ലാം നിലനിൽപ്പിൻ്റെ പ്രത്യയശാസ്ത്രം വർക്കിംഗ് മോഡലായി സ്വീകരിച്ചിരിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ഈ ലേഖനം എഴുതുന്നത്. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട എല്ലാവരും നിർദാക്ഷിണ്യം പീഡിപ്പിക്കപ്പെടുകയും അനേകർ വിശ്വാസം ത്യജിച്ച്
ഭയന്ന് ഓടിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം. ക്രിസ്തുവിലുള്ള വിശ്വാസം തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നതായ കാലഘട്ടം. അങ്ങനെയുള്ള കാലത്ത് കറതീർന്ന വിശ്വാസത്തിൻ്റെ ഉടമകളാകുവാനും മാതൃകകളെ ശുശ്രൂഷകരായി തീരുവാനും പ്രബോധിപ്പിക്കുന്ന വേദഭാഗമാണ് ഇന്ന് ധ്യാനത്തിനായി നാം വായിച്ചത്. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ 3 ചിന്തകൾ പങ്കുവയ്ക്കണം എന്ന് ആഗ്രഹിക്കാം. ഒന്ന്, ക്രിസ്തുവിൻ്റെ മനമറിഞ്ഞ് നിർവഹിക്കേണ്ടതായ ഒരു ശുശ്രൂഷയാണിത്. സീക്ക് ദ മൈൻഡ് ഓഫ് ഗോഡ് ഇൻ അവർ മിനിസ്ട്രി. ഈ വേദഭാഗത്ത് പറയുന്നു, ദൈവഹിതമാവണ്ണം ശുശ്രൂഷ നിർവഹിക്കണം. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം നമുക്ക് പരിചിതമാണ്. ക്രിസ്താനുകരണം. അതൊരു വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ എഴുതപ്പെട്ടതായ പുസ്തകമാണ്. എന്നാൽ ഈസ്റ്റേൺ ഫിലോസഫിയിൽ, പ്രത്യേകിച്ച് ബൈസന്റൻ ഫിലോസഫിയിൽ അതിന് പകരമായി പറയുന്നൊരു വാക്കാണ് ക്രിസ്റ്റിഫിക്കേഷൻ ഓഫ് വിൽ. ക്രിസ്റ്റിഫിക്കേഷൻ ഓഫ് വിൽ, ഇച്ഛയുടെ ക്രിസ്തീകരണം. ഏജസ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന പുസ്തകത്തിൽ അതിൻ്റെ എഴുത്തുകാരൻ അതിന് മറ്റൊരു വാക്ക് പറയുന്നു, ഇൻറ്റീരിയറൈസിങ് ക്രൈസ്റ്റ്. അത് വെറും അനുകരണമല്ല, ഉള്ളിൽ ക്രിസ്തു നിറയുന്ന, ക്രിസ്തുവിൻ്റെ ഇച്ഛകൾ നമ്മുടെ ഇച്ഛകളായി മാറുകയും നമ്മുടെ ഇച്ഛകൾ ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നതായ അനുഭവമാണ്. പത്രോസ് അപ്പോസ്തലൻ ഈ വേദഭാഗത്ത് ദൈവത്തിന് ഹിതകരമായതിനെയും ദൈവത്തിന് ഹിതകരമല്ലാത്തതിനെയും നമ്മുടെ മുൻപാകെ വെളിപ്പെടുത്തുകയാണ്. ചില ബൈനറീസ് ഉപയോഗിച്ചുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇത് വെളിപ്പെടുത്തുന്നത്. ഒന്നിവിടെ പറയുന്നു, നിർബന്ധത്താൽ അരുത്, മനഃപൂർവ്വമായി ചെയ്യേണ്ടതായ ഒരു ശുശ്രൂഷയാണ്. വിതൗട്ട് എനി എക്സ്റ്റേണൽ കമ്പൽഷൻ. എന്ത് നിർബന്ധമാണ് നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് നയിക്കുന്നത്? എന്ത് പ്രേരണയാലാണ് ഈ ശുശ്രൂഷ നാം ഏറ്റെടുക്കുന്നത്? ചുറ്റുപാടുകളുടെ സമ്മർദ്ദമാണോ? മാതാപിതാക്കളുടെ നിർബന്ധമാണോ? ജോലി സ്ഥിരത, സ്ഥിര വരുമാനം, സമൂഹത്തിൽ മാന്യത, അംഗീകാരം, വിദേശയാത്ര, സമൂഹം നൽകുന്ന ചില അംഗീകാരങ്ങൾ, ഇവയാണോ ഈ ശുശ്രൂഷ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് കാരണമായത്? ഇതാണോ നമ്മുടെ പ്രേരണ ശക്തി എന്നാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് ചോദിക്കും. ചുറ്റുപാടുമുള്ള പ്രേരണകളാവരുത്, എക്സ്റ്റേണൽ കമ്പൽഷൻസ് ആവരുത് നമ്മുടെ ശുശ്രൂഷയുടെ പിന്നിലെ പ്രേരക ശക്തി എന്ന അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. പിന്നെയോ അത് മനഃപൂർവ്വമായി ചെയ്യേണ്ടതായ ഒന്നാണ്. ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു ആർ ഡൂയിങ്, ബട്ട് ഇറ്റ് ഈസ് വാട്ട് യു ആർ. എന്ത് ചെയ്യുന്നു എന്നതിലല്ല, എന്തായിത്തീരുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഒരു ഡൂയിങ്ങിൽ നിന്നും ബീയിങ്ങിലേക്കുള്ള ക്ഷണമാണ് അപ്പോസ്തലൻ നടത്തുന്നത്. അതുകൊണ്ട് ശുശ്രൂഷ എന്ന് പറയുന്നത് ഉള്ളിൽ നിറയേണ്ടതായ ഒരു മനോഭാവമാണ്. ഉള്ളിൽ നിന്ന് ഉയർന്നു വരേണ്ട ഒരു അനുഭവമായിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ ശുശ്രൂഷയെ നമ്മുടെ മുൻപാകെ വരച്ച് കാട്ടുന്നത്. റഷ്യൻ ഓർത്തഡോക്സ് ലേ തിയോളജിയനായ പോൾ എവ്ഡോക്കിമോവ്, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പുസ്തകമാണ് ദ ഏജസ് ഓഫ് സ്പിരിച്വൽ ലൈഫ്. ആ പുസ്തകത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ വളർച്ച, ഇടക്കാലത്തുണ്ടായ പതനം എല്ലാം അദ്ദേഹം ഇങ്ങനെ വിവരിക്കുമ്പോൾ അദ്ദേഹം ഈ കാലഘട്ടത്തെ വിചിന്തനം ചെയ്യുന്നതിനായി ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതാണ്: ഇന്ന് മതവിശ്വാസങ്ങൾ നേരിടുന്നതായ പ്രതിസന്ധി ഇസങ്ങളല്ല, എത്തീസമല്ല, കമ്മ്യൂണിസമല്ല, അസ്തിത്വവാദമല്ല, നിരീശ്വരവാദമല്ല, പിന്നെയോ ദൈവമുണ്ട് എന്ന് പറയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നവരുടെ ജീവിതത്തിൻ്റെ കാപട്യമാണ്. ഓരോ മതജീവിതം നയിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ സത്യസന്ധതയില്ലായ്മയാണ് ഈ കാലം നേരിടുന്ന ഏറ്റവും വലിയ ദുർഭഗത എന്നാണ് എവ്ഡോക്കിമോ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, മനഃപൂർവ്വമായി ചെയ്യേണ്ടതായ ഒരു ശുശ്രൂഷയാണ്. ബി ട്രൂത്ത്ഫുൾ ടു യുവേഴ്സെൽഫ്. അവനവനോട് തന്നെ ഒരു സത്യസന്ധത ശുശ്രൂഷയിൽ അനിവാര്യമാണ് എന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. തുടർന്ന് നാം വായിക്കുന്നു, ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെ ചെയ്യേണ്ടതായ ഒരു ശുശ്രൂഷയാണ്. ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭ അതിൻ്റെ നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട്, റെസ്ലിംഗ് വിത്ത് ദ മൈൻഡ് ഓഫ് ഫാദേഴ്സ്. റെസ്ലിംഗ് വിത്ത് ദ മൈൻഡ് ഓഫ് ഫാദേഴ്സ്. ആ പുസ്തകത്തിൽ പറയുന്നത്, റഷ്യൻ സന്യാസ സമൂഹം തിരിച്ചു വന്നപ്പോൾ ആദ്യം അവർ തിരിച്ചു പിടിച്ചത് ദ സ്പിരിറ്റ് ഓഫ് നോൺ പൊസസീവ്നെസ് ആണ്. ദ സ്പിരിറ്റ് ഓഫ് നോൺ പൊസസീവ്നെസ്. അത് എല്ലാം വിട്ടുപോകുന്നതിനെ പറ്റി അല്ല പറയുന്നത്. കുടുംബം, മാതാപിതാക്കൾ, സമ്പാദ്യം, വീട് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതിനെ പറ്റിയല്ല അത് പറയുന്നത്. മറിച്ച് എല്ലാറ്റിനോടും പാലിക്കേണ്ടതായ കൃത്യമായ ഒരു അകലത്തെ പറ്റിയാണ് പുസ്തകം പറയുന്നത്. ഇതൊരു ആത്മബോധമാണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡാണ്. എല്ലാറ്റിനോടുമുള്ള ഒരു ലാവണ്യ ദൂരം. അത് സ്ഥാനമായാലും
പണമായാലും മഹിമയായാലും ബന്ധങ്ങളായാലും എല്ലാറ്റിനോടുമുള്ള ഒരു ലാവണ്യ ദൂരമാണ് ജീവിതത്തെ സുന്ദരമാക്കുന്നത് എന്നാണ് ആ പുസ്തകം പറയുന്നത്. നമ്മുടെ ലിറ്റേർജി അത് അടിവരയിട്ടുകൊണ്ട് നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ വിശുദ്ധ മാമോദീസ ശുശ്രൂഷയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈ ലോകത്തിൻ്റെ മായാവസ്ഥ അറിയേണ്ടതിന് ഈ പൈതലിൻ്റെ കണ്ണുകളെ നീ തുറക്കണമേ എന്നാണ്. നമ്മുടെ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ ദമ്പതികളെ ആശീർവദിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സകലവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ഐശ്വര്യങ്ങൾ കൊണ്ടും ഇവരെ നിറയ്ക്കണമേ. നിർത്തിയില്ല. സമാന്തരമായി നാം പറയുന്നു, സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ നാം പ്രാർത്ഥിക്കുന്നത് ഈ വ്യർത്ഥ ലോകത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ ആത്മാവ് എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് മെറ്റീരിയൽ ബെനിഫിറ്റ് ആവരുത് ശുശ്രൂഷയുടെ മോട്ടീവ് എന്ന് ദൈവവചനവും നമ്മുടെ ലിറ്റേർജിയും വളരെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുന്നു. ദുരാഗ്രഹങ്ങളാവരുത് നമ്മുടെ മോട്ടീവ്. പിന്നെയോ ഉന്മേഷത്തോടെ ചെയ്യുവാനായിട്ട് സാധിക്കണം. ഈഗർ ടു സെർവ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശുശ്രൂഷ ചെയ്യുവാനൊരു അഭിനിവേശം ഉണ്ടാവണം. ഇവിടെ ദുരാഗ്രഹത്തെപ്പറ്റി പറഞ്ഞിട്ടാണ് ഉന്മേഷം എന്ന പദം അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്. ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാതെ പോകുമ്പോൾ ഉത്സാഹം കുറഞ്ഞു പോകരുത്. ആഗ്രഹങ്ങൾ സാഫല്യമായി കഴിയുമ്പോഴും അലസത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശുശ്രൂഷയിൽ ഒരു 10-15 വർഷം കഴിഞ്ഞ് ഒരു വിദേശ പോസ്റ്റിങ്ങുമൊക്കെ കഴിഞ്ഞ് നമ്മൾ മടങ്ങി വരുമ്പോൾ ശുശ്രൂഷയിൽ ആലസ്യം കടന്നുകൂടാനുള്ളതായ വല്ലാണ്ട് പ്രലോഭനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം. ആവേശം കുറയാം. ലഭിക്കാവുന്ന സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം നേടിക്കഴിയുമ്പോൾ അലസത നമ്മുടെ ശുശ്രൂഷയിൽ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. ശുശ്രൂഷ ആരംഭിക്കുമ്പോഴുള്ള ആവേശം റിട്ടയർമെന്റ് വരെ പോരാ, മരണം വരെ കാത്തു സൂക്ഷിക്കണമെന്നാണ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മുടെ അഭിമന്യ തിരുമേനിയുടെ ഇടവകയായ കണ്ണങ്കോട് മാർത്തോമാ ഇടവകയിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട അച്ഛനുണ്ട്, PN അലക്സാണ്ടർ അച്ഛൻ. 91 വയസ്സുണ്ട് അച്ഛന്. അടൂരിലെ എല്ലാ ഏവൻഗലിയോൻ ഫെലോഷിപ്പ് മീറ്റിങ്ങിലും അച്ഛൻ വരും. എല്ലാ മാസവും അച്ഛൻ വരുന്ന 1-2 പുതിയ പുസ്തകങ്ങളുമായിട്ടാണ്. അത് വായിച്ച് അതിൻ്റെ കണ്ടന്റ് പറയും. പുതിയ ശുശ്രൂഷ ഇടങ്ങളെ പറ്റി പറയും. അച്ഛന്മാരെങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയും. 91 വയസ്സിലും ഉത്സാഹത്തോടെ നിൽക്കുന്ന പട്ടക്കാർ നമുക്ക് സാക്ഷ്യമായിട്ട് നമ്മുടെ മുൻപാകെ നിൽക്കുകയാണ്. ദൈവവചനം പറയുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നിവർത്തിക്കേണ്ടതായ ശുശ്രൂഷയാണിത്. അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവിൻ്റെ പേരിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം. പ്രിയരെ, വളരെ ഉത്സാഹത്തോടെ സംതൃപ്തിയോടെ നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷയിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. അതിലാണ് ഞങ്ങളും നിലനിൽക്കുന്നത്. തുടർന്ന് അപ്പോസ്തലൻ പറയുന്നു, അധികാരത്തിൻ്റെ കർത്തൃത്വമല്ല മാതൃകയുള്ള ശുശ്രൂഷയാണ് ആവശ്യം. അധികാരത്തിൻ്റെ കർത്തൃത്വമല്ല മാതൃകയുള്ള ശുശ്രൂഷയാണ് ആവശ്യം. മത രാഷ്ട്രീയ നേതൃത്വങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിനായി പ്രീണന രാഷ്ട്രീയവും പീഡനമുറകളും നടപ്പിലാക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലൻ ഈ എഴുതുന്നത്. അധികാരം അടിച്ചമർത്തലിനും അധികാരി ആരാധിക്കപ്പെടേണ്ടവനാകുന്നുവെന്നുള്ള യവന ചിന്തയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു കർത്തൃത്വത്തെ പറ്റിയാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അതൊരു ബദൽ മാതൃകയാണ്. ഇന്ന് അത് അധികാരത്തിൻ്റെ കർത്തൃത്വമല്ല, അത് ആധികാരികതയുടെ ബദൽ മാതൃകയാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നു. ഇന്ന് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിധേയപ്പെടാത്ത വ്യക്തികളെയും രാഷ്ട്രങ്ങളെയും ഉന്മൂലനം ചെയ്യുന്ന അധികാരത്തിൻ്റെ ഭ്രാന്തിൻ്റെ ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എന്ത് ഭക്ഷിക്കണമെന്നോ, എന്ത് ധരിക്കണമെന്നോ, എവിടെ പാർക്കണമെന്നോ, ഏത് ഭാഷ സംസാരിക്കണമെന്നോ, ഈവൻ എവിടുന്ന് എണ്ണ വാങ്ങണമെന്ന് പോലും അധികാര വരേണ്യവർഗം തീരുമാനിക്കുന്ന ഒരു കാലത്ത് പാർക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കർത്തൃത്വ നിർമ്മിതിയെപ്പറ്റി പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കാം. അതുകൊണ്ട് ശുശ്രൂഷ ഇടങ്ങൾ അധികാരത്തിൻ്റെ ഇടമല്ല, അത് ആധികാരികതയുടെ ഇടമാണ്. അത് കർത്തൃത്വത്തിൻ്റെ ഇടമല്ല, അതൊരു ആയിത്തീരലിൻ്റെ ഇടമാണ്. അതൊരു ശക്തിയുടെ പ്രകടനമല്ല, അത് ബലഹീനതയിലെ പങ്കുചേരലാണ്. നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ തന്നെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷി എന്നാണ് പറയുന്നത്. നമുക്കറിയാം, കല്ലറയിൽ പോയി ആദ്യം ഇറങ്ങി നോക്കി ശൂന്യമായ കല്ലറയെ കണ്ട മനുഷ്യനാണ് പത്രോസ് അപ്പോസ്തലൻ. എന്നാൽ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്നതിലല്ല അപ്പോസ്തലന് താല്പര്യം. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന പത്രോസ് അപ്പോസ്തലനെയാണ് നാം കാണുന്നത്. ഇത് കഷ്ടം സഹിക്കാനുള്ള അധികാരമാണ്. ഇന്ന് നിങ്ങളുടെ തലയിൽ നിന്ന് മുടി കട്ട് ചെയ്യുന്ന കുരിശിൻ്റെ അടയാളത്തിലാണ്. അത് കുരിശ് വഹിക്കാൻ തന്നെ നിയോഗിതരാകുന്ന ശുശ്രൂഷയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അത് അടക്കി വാഴാനുള്ള അധികാരമല്ല, മറിച്ച് അടിയേൽക്കാനുള്ള അധികാരമാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ബിഹോൾഡ് ദ മാൻ എന്നൊരു വാക്കുണ്ട്. ഇതാ ആ മനുഷ്യൻ,
ചോര വാർന്ന് അടികൊണ്ട് ചോര വാർന്ന് നിൽക്കുന്ന മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് ഇതാ ആ മനുഷ്യൻ. ആനന്ദ് പറയുന്ന ഒരു ജൈവ മനുഷ്യനെ, ബയോമാനെയാണ് നമുക്ക് ക്രിസ്തുവിൽ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടൊരു ജൈവ മനുഷ്യനായി തീരാനുള്ളതായ വലിയൊരു വിളിയാണ് ഈ ഒരു ശുശ്രൂഷ എന്ന് നാം തിരിച്ചറിയണം. അതൊരു കർത്തൃത്വമല്ല, അതൊരു മാതൃകയുടെ ശുശ്രൂഷയായിട്ട് മാറണം. എന്താണ് നാം മുൻപോട്ട് വെക്കേണ്ടതായ മാതൃക? ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നിങ്ങളും എന്നെ അനുകരിപ്പിനെന്ന് അപ്പോസ്തലൻ പറഞ്ഞതിന് ശേഷം ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുന്ന ഒരാൾ പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എൻ്റെയും നമ്മുടെ എല്ലാവരെയും പരാജയമായി നാം സമ്മതിക്കേണ്ടതായ വലിയൊരു യാഥാർത്ഥ്യമാണ്. സെയിൻറ്റ് ഫ്രാൻസിസിനെ കുറിച്ച് വ്യത്യസ്തമായൊരു നോവലുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയുമായ ബ്രദർ ലിയോയും കൂടി റോമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവരുടെ സന്യാസ സമൂഹത്തിന് അംഗീകാരം നേടുവാനുള്ള യാത്രയാണ്. യാത്രയിൽ വയലിൽ കൂടി നടന്നാണ് അവർ പോകുന്നത്. വയലിൽ കൂടി നടന്നു പോകുമ്പോൾ പൊടുന്നനവേ വയലിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നതായ ഒരു കൃഷിക്കാരൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഫ്രാൻസിസിനോട് ചോദിക്കുന്നു, നീയാണോ അസീസിയിലെ ഫ്രാൻസിസ്? ഫ്രാൻസിസ് പറഞ്ഞു, അതെ ഞാനാണ്. അപ്പോൾ ഈ കൃഷിക്കാരൻ ഫ്രാൻസിസിനോട് പറഞ്ഞു, ആളുകളുടെയൊക്കെ ഒരു വിചാരം താങ്കൾ ഒരു വിശുദ്ധനാണെന്നാണ്. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം കേട്ടോ. ആളുകളുടെയൊക്കെ ഒരു വിചാരം താങ്കൾ ഒരു വിശുദ്ധനാണെന്നാണ്. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം കേട്ടോ. ഈ ഒരു മാതൃക നമുക്കൊരു ചലഞ്ചിങ്ങാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ദീർഘമായ മാതൃകകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിപ്രകാരം കോറിയിട്ടിരിക്കുന്നിടത്തുനിന്ന് വായിക്കാനായിട്ട് ഇടയായി. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, പണം വാങ്ങി കൈവപ്പ് നൽകാതെ ഇരുന്നവർ, തിരുവെഴുത്തിൻ്റെ പൊരുൾ തിരിച്ചു നൽകുവാൻ ഫിലിപ്പോസിനെ പോലെ എത്ര ദൂരവും കൂട്ടുപോരുന്നവർ, പരസ്പരമുള്ള തർക്കങ്ങൾ പറഞ്ഞു തീർക്കുവാൻ ശേഷിയുള്ളവർ, തെരുവോരങ്ങൾ സുവിശേഷമായി ജീവിതം ജീവിച്ചു തീർത്തവർ, ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന പള്ളിപ്രസംഗം ചെയ്തവർ, മുഖസ്തുതി പറയുന്നവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവർ, വാഴ്ത്തലുകളും താഴ്ത്തലുകളും ഋഷിതുല്യമായ ശാന്തതയോടുകൂടി അതിജീവിച്ചവർ, കേട്ട പഴികളോട് കുലീനമായ മൗനം മൂലം പ്രതിരോധിച്ചവർ, അവനോടുകൂടെ മരിക്കാൻ തുനിഞ്ഞിറങ്ങിയവർ, നന്മയ്ക്ക് പകരം ഉപദ്രവം ഏറ്റതിൽ ആനന്ദിച്ചവർ, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്താൻ തയ്യാറായവർ. ശരിക്കും ഇതല്ലേ അപ്പോസ്തലന്മാർ നമ്മൾ മുൻപാകെ വെച്ച മാതൃക? അതൊരു അധികാരത്തിൻ്റെ കർത്തൃത്വമല്ല, മാതൃക പകരുന്നൊരു ശുശ്രൂഷയാണ് അപ്പോസ്തലന്മാർ നമ്മുടെ മുൻപാകെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് ചെയ്യേണ്ടതായ ഒരു ശുശ്രൂഷയിലേക്കാണ് ഈ പ്രിയ സഹോദരങ്ങൾ പ്രവേശിക്കുന്നത്. നാം എല്ലാവരും നിലനിൽക്കുന്നതും ആ ശുശ്രൂഷ ഇടങ്ങളിൽ തന്നെയാണ്. ഈ വേദഭാഗം താഴോട്ട് വായിക്കുമ്പോൾ രണ്ടാമത് നാം കണ്ടെത്തുന്നു, ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് ഹ്യൂമിലിറ്റി എന്നുള്ളതാണ്. ഇതൊരു താഴ്മയുടെ ശുശ്രൂഷയാണ്. ഓൾ ഓഫ് യു ക്ലോത്ത് യുവർ സെൽഫ് വിത്ത് ഹ്യൂമിലിറ്റി എന്ന് രേഖപ്പെടുത്തിയിരിക്കും. ക്ലോത്ത് എന്ന പദത്തിന് ഏപ്രൺ പുട്ടിംഗ് ബൈ സ്ലേവ് ബിഫോർ സെർവിങ് എന്നാണ് രേഖപ്പെടുത്തുന്നത്. ഏപ്രൺ പുട്ടിംഗ് ബൈ സ്ലേവ് ബിഫോർ സെർവിങ്. ഒരു ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ്, സേവനം ചെയ്യുന്നതിന് മുമ്പായി ഈ ശുശ്രൂഷൻ ധരിക്കുന്ന വസ്ത്രത്തിനാണ് ക്ലോത്ത് എന്നൊരു പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുക. അതുകൊണ്ട് ഹ്യൂമിലിറ്റി ആൻഡ് സെർവിങ് ആർ ഇൻസെപ്പറബിൾ. ഓൺലി ഹംബിൾ കാൻ സെർവ്. താഴ്മയുള്ളവന് മാത്രമേ ശുശ്രൂഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് പറയുമ്പോൾ പത്രോസിനൊരു കഥ പറയാനായിട്ടുണ്ട്. അത് കുറേ നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ്. അതൊരു അത്താഴത്തിൻ്റെ കഥയാണ്. തൻ്റെ ഗുരുനാഥൻ അരയിൽ തൂവാലയും ചുറ്റി തൻ്റെ പാദം കഴുകുവാൻ തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പത്രോസ് ഗുരുനാഥൻ്റെ അരികിൽ ചെന്ന് ചോദിക്കുകയാണ്, കർത്താവേ നീ എൻ്റെ കാൽ കഴുകുന്നു. എന്നിട്ട് പത്രോസ് ഒരു വാശി പിടിക്കുന്നുണ്ട്, നീ എൻ്റെ കാൽ കഴുകുവാൻ പാടില്ല. അത് ഗുരുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല. പത്രോസ് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു സത്യമുണ്ട്, നീയും ഞാനും യജമാനനാണ്. നമ്മൾ രണ്ടുപേരും കാൽ കഴുകേണ്ടവരല്ല, നമ്മുടെ കാലുകൾ കഴുകി കിട്ടേണ്ടതായ ആളുകളാണ്. അതിന് മറുപടി ഇപ്പോൾ യജമാനഭാവമാണ് പത്രോസിന് മനസ്സിലുള്ളത്. അതിന് മറുപടിയായി യേശു കർത്താവ് പത്രോസിനോട് പറയുന്നു, പാദം കഴുകാഞ്ഞാൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല. പാദം കഴുകാഞ്ഞാൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല. നിന്റെ ഉള്ളിലെ യജമാനഭാവം നീ ഉപേക്ഷിക്കണം. നിന്റെ ഉള്ളിലെ യജമാനഭാവം ഉപേക്ഷിച്ച് ദാസ്യരൂപമെടുക്കാതെ നിനക്കെൻ്റെ ശുശ്രൂഷയിൽ പങ്കുകാരനായി മാറാനായിട്ട് പറ്റത്തില്ല. ഡീക്കൻ എന്ന പദത്തിൻ്റെ അർത്ഥം സെർവൻ്റ് എന്ന് തന്നെയാണ്, ദാസൻ എന്ന് തന്നെയാണ്. ഡീക്കൻ എന്ന അടിസ്ഥാനത്തിലാണ് മറ്റെല്ലാ ശുശ്രൂഷാ സ്ഥാനങ്ങളും നിലനിൽക്കുന്നത്. കശീശ ആയാലും എപ്പിസ്കോപ്പ് ആയാലും ഡീക്കൻ സ്ഥാനം മാറ്റപ്പെടുന്നില്ല. ഡീക്കൻ ഉണ്ടെങ്കിലേ കശീശായുള്ളൂ. അത് മരണം വരെയും തുടരേണ്ടതായ ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് സഹോദരന്മാരുടെ ഗണത്തിൽ നിന്ന് ശെമ്മാശന്മാരുടെ ഗണത്തിലേക്ക് സഹോദരന്മാരെ ശുശ്രൂഷിപ്പായി ഉയർത്തപ്പെടുകയല്ല, താഴ്ത്തപ്പെടുകയാണ്.
സഹോദരന്മാരുടെ ഗണത്തിൽ നിന്ന് ശെമ്മാശന്മാരുടെ ഗണത്തിലേക്ക് സഹോദരന്മാരെ ശുശ്രൂഷിപ്പാൻ ഉയർത്തപ്പെടുകയല്ല, താഴ്ത്തപ്പെടുകയാണ്. നോട്ട് എലിവേറ്റഡ് ബട്ട് ഹ്യൂമിലിയേറ്റഡ്. ദൈവത്തിന്റെ ഹയറാർക്കിക്ക് ഓർഡർ അങ്ങനെയാണ്. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്നവനാണ് ദൈവം. ഒരു റിവേഴ്സ് ഓർഡറാണ് ദൈവം തമ്പുരാൻ നമ്മുടെ മുൻപാകെ വയ്ക്കുന്നത്. അതാണ് ക്രിസ്തുവിൽ കാണുന്നതായ വിനയത്തിന്റെ മാതൃക. ഗുരു ഇറങ്ങി ശിഷ്യന്റെ പാദം കഴുകുന്ന, താഴേക്ക് ഇറങ്ങുന്ന ഒരു ഹ്യൂമിലിറ്റിയുടെ വിനയത്തിന്റെ മാതൃക. വിനയം എന്ന് പറയുന്നത് വിവേകമുള്ളവന്റെ നയമാണ് എന്ന് പറയാറുണ്ട്. വിനയം എന്നത് വിവേകമുള്ളവന്റെ നയമാണ്. മറ്റൊരു നയം കൂടിയുണ്ട്, അത് അഭിനയമാണ്. അഭിനയം. ഇന്ന് അഭിനയം അരങ്ങ് തകർക്കുന്ന ഇടമായി ശുശ്രൂഷ ഇടങ്ങൾ മാറുന്നുണ്ടോ? സുറിയാനിയിൽ ഇല്ലാത്ത രാഗങ്ങൾ നമ്മൾ കെട്ടിയുണ്ടാക്കി പാടി റീൽസ് ഇട്ട് ആഘോഷിക്കുന്ന ആഘോഷങ്ങളായി നമ്മുടെ ആരാധനകൾ മാറുന്നുണ്ടെങ്കിൽ ഇതൊരു വിനയത്തിന്റെ ശുശ്രൂഷയാണെന്ന് തിരിച്ചറിയേണ്ടത് അനിവാര്യതയാണ്. അതുകൊണ്ട് പരസ്പരം കീഴടങ്ങുന്ന, ദൈവമുൻപാകെ താഴ്മ ധരിക്കുന്നതായ ഒരു ശുശ്രൂഷയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്, നാം ആയിരിക്കുന്നത് എന്ന് ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല. മൂന്നാമതായി ഈ വേദഭാഗം നമ്മളോടൊരു കാര്യം കൂടെ പറയുന്നു. ഇറ്റ് ഇസ് എ മിനിസ്ട്രി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കരുണയാൽ നിറവേറ്റപ്പെടേണ്ടതായ ഒരു ശുശ്രൂഷയാണിത്. ഈ വേദഭാഗത്ത് പറയുന്നു ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്നാണ്. 12-ാമത്തെ സദ്രയിൽ നാം പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ. തീർന്നില്ല. ആ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. പ്രിയരെ, ഈ നാട്ടിലെ എല്ലാവരെക്കാളും കൊള്ളാവുന്നവരായിട്ടല്ല ദൈവം എന്നെയും നമ്മളെയും ഈ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത്. ഈ ശുശ്രൂഷയെ നമ്മളെ നിലനിർത്തുന്നത് നമ്മുടെ കഴിവോ പ്രാപ്തിയോ അറിവോ സാമർഥ്യമോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അപാരമായ കൃപയാണ്. ദുർബലരെയാണ് ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. തിരുസഭയെ ഉറപ്പുള്ള പാറമേൽ കെട്ടുപണിയുവാൻ ഒട്ടും ഉറപ്പില്ലാത്ത പൂഴിമണൽ കണക്കെയുള്ളതായ ശിമോനെ നിയോഗിക്കുന്നതായി നാം വായിക്കുന്നു. അതുകൊണ്ട് ശുശ്രൂഷാ മേഖലകളിൽ വിജയികളാകണം എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മുടെ ദുർബലതയെ പറ്റിയുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ദ വിക്ടറി ആൻഡ് വൾനറബിലിറ്റി, ഇത് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പഴയ നിയമത്തിൽ കാണുന്ന ഒരു പ്രവാചകനുണ്ട്, വലിയൊരു പ്രവാചകൻ, എലീജ പ്രവാചകനാണ്. എലീജയുടെ എൻട്രിയെ പറ്റി പറഞ്ഞ് ഇറ്റ് ഈസ് എ മാസ് എൻട്രി എന്നാണ് പറയുന്നത്. വലിയൊരു മാസ് എൻട്രി ആയിരുന്നു ഈ കാലത്തിൻ്റെ ഒരു വാക്കിൽ പറഞ്ഞാൽ. കാരണം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഴ പെയ്യുകയില്ല. രണ്ടാമത് നാം കാണുന്നു കർമ്മേലിൽ ചെല്ലുകയാണ്. കർമ്മേലിൽ ചെന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ അഗ്നിയായി ഇറക്കി താൻ ഉണ്ടാക്കിയ ബലിപീഠത്തെ ദഹിപ്പിച്ച് കളയുന്നതായ ഏലിയാവിനെ നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് 450 ബാലിന്റെ പ്രവാചകന്മാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടി. ഇതെല്ലാം കഴിഞ്ഞ് വീരോചിതമായി വിജയശ്രീലാളിതനായി കർമ്മേലിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇസബേൽ ഒരു വെല്ലുവിളി ഉയർത്തി. എന്നാൽ ഇസബേലിന്റെ വെല്ലുവിളിയുടെ മുൻപാകെ ഡിപ്രഷൻ ബാധിച്ചു വന്ന് കിടക്കുന്ന ഒരു എലീജയെ നമ്മൾ കാണും. മതി, ഇനി എനിക്ക് മരിച്ചാൽ മതി. ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന ഈ എലീജയുടെ അരികിൽ ചെന്നിട്ട് നിനക്ക് എന്താണ് കാര്യമെന്ന് പറഞ്ഞ് തട്ടി ഉണർത്തിയിട്ട് അവന്റെ മേൽ ദൈവത്തിന്റെ കൃപ ചൊരിഞ്ഞ് വീണ്ടും പ്രവാചകനെയും രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ ഓടുവാനുള്ള കരുത്ത് നൽകിയ ദൈവകൃപയാണ് ഈ ശുശ്രൂഷയിലെ നമ്മുടെ കരുത്ത്. ഉപേക്ഷിച്ചവനാണ്, ഈ ജോലി വിട്ടിട്ട് വള്ളമെടുത്ത് വീണ്ടും പോയവനാണ്. അവനെ തേടിച്ചെന്ന് തിബിരിയാസിന്റെ കടൽക്കരയിൽ നിന്നുകൊണ്ട് നീ തന്നെയാണ് എൻ്റെ ആടുകളെ മേയ്ക്കാൻ ഉത്തമൻ എന്ന് പറഞ്ഞ് അവൻ്റെ മേൽ ദൈവകൃപ ചൊരിഞ്ഞതായ ഒരു ദൈവകൃപയുണ്ടല്ലോ. അതാണ് പ്രിയരെ എൻ്റെയും നമ്മുടെയും ശുശ്രൂഷയിലെ കരുത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദൈവകൃപയ്ക്കായി നിരന്തരം പ്രാർത്ഥിക്കണം. ഇവരനുദിനവും പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പാടാനായിട്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വലിയ ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ക്ലറിക്ക് ഗീതത്തിലെ ഒരു സ്റ്റാൻസായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിപ്രകാരമാണ്: റൂഹാ നിന്നുടെ സഹവാസം വന്നിടണമീ സേവകരിൽ, ഇവരനുദിനവും പാരിടത്തിൽ തവ കൃപയാൽ ശുചിയാകണമേ. റൂഹാ നിന്നുടെ സഹവാസം വന്നിടണമീ സേവകരിൽ, ഇവരനുദിനവും പാരിടത്തിൽ തവ കൃപയാൽ ശുചിയാകണമേ. ഞാനൊരു വാക്കിലെ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മനമറിഞ്ഞ് ചെയ്യേണ്ടതായ ഇവരൊരു ശുശ്രൂഷയിലാണ് ഈ പ്രിയ സഹോദരും നാമും ആയിരിക്കുന്നത്. നിർബന്ധത്താലല്ല, മനഃപൂർവ്വമായി ചെയ്യാനായിട്ട് സാധിക്കണം. ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെ ചെയ്യുവാനായിട്ട് സാധിക്കണം. ഇതൊരു കർത്തൃത്വത്തിൻ്റെ ശുശ്രൂഷയല്ല, മാതൃക പകരേണ്ടതായ ശുശ്രൂഷയാണ്. ഇതൊരു വിനയത്തിൻ്റെ ശുശ്രൂഷയാണ്. താഴ്മ ധരിച്ച ഈ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്കും നമുക്കും സാധിക്കണം.
ഇതൊരു ദൈവകൃപയോടെ നിർവഹിക്കാൻ പറ്റുന്നതായ ശുശ്രൂഷയാണ്. പ്രിയരെ, അപാരമായി ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ധന്യമായ ശുശ്രൂഷ കർത്താവിലൂടെ നിർവഹിപ്പാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരായി ദൈവകൃപയെ ശരണം വെച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവിക ശുശ്രൂഷയിൽ പങ്കുചേരാം. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.